അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വലിലെ ദിനരാത്രങ്ങളിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത് കരുണക്കടലായ നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എത്രയെത്ര ആളുകളാണ് മക്കളുടെ വിഷയം പറഞ്ഞവർ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകട്ടെ. മക്കളുണ്ടായിട്ട് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാ സന്താനങ്ങളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട മനോഹരമായൊരു വിഷയമുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കം ഉദ്ധരിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അള്ളാഹിനെക്കുറിച്ചാണോ? അല്ല, റസൂലുള്ളാഹിയെക്കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ കാരണം എന്താ? റസൂലുള്ളാഹിയെ പഠിച്ചാൽ മുത്ത് നബിയിലൂടെ അവൻ അള്ളാഹിനെ അറിയും. ഹബീബിനെ ഇഷ്ക് വെക്കുന്ന ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിനെ മറക്കുക? അള്ളാഹുവിനെ എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെച്ചൊരു മനുഷ്യന് മറക്കാൻ പറ്റുക? ഹബീബിനെ അതിരറ്റ് മഹബത്ത് വെക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ, മുത്തുനബി തങ്ങൾ വഫാത്തിൻ്റെ ഘട്ടത്തിൽ പോലും നമ്മളെക്കുറിച്ചാണ് ചിന്തിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴാണ് മുത്തുനബി ഓർക്കണേ? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് രോഗമുണ്ട്, ഒരാളൊരു കുഷ്ഠരോഗിയാണ്, അയാളുടെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്, മക്കൾ ആക്സിഡൻറ്റിൽ മരിച്ചു, ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു, ഇയാൾ കുഷ്ഠരോഗം ബാധിച്ച് നരകിച്ച് എത്രയോ കൊല്ലം കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചുപോയി. എത്ര വലിയ പീഡനമാണ് അല്ലേ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിലേക്കൊന്ന് പതിയെ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കും, മോനെ ദുനിയാവിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ? എന്തു പ്രശ്നമല്ല? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് അത്രയും കൊല്ലക്കാലം അയാൾ അനുഭവിച്ച ആ വേദന, ആ പ്രയാസം ഉണ്ടല്ലോ, സ്വർഗത്തിലെ ഒരൊറ്റ മുക്കലിൽ അങ്ങ് മറന്നുപോകും. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ച വേദന മുഴുവൻ അങ്ങ് മറക്കും. ഇതിനേക്കാൾ നമ്മളെല്ലാം മറക്കുന്നൊരു സന്ദർഭമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? നാഥനായ റബ്ബിനെ നേർക്കാഴ്ച എന്നോണം കാണുന്നൊരു നിമിഷം ഉണ്ടാവും. ആ നിമിഷത്തിൽ നമ്മളെല്ലാം മറക്കും. എല്ലാം മറക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം പോലും മറന്നു. അങ്ങനെയുള്ളൊരു നിമിഷമാണ് റബ്ബിനെ കാണുന്ന നിമിഷം. എന്നാലേ ആ റബ്ബിനെ കണ്ട ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ ഇന്ന് ലോകത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ റബ്ബിനെ കണ്ടു അല്ലേ? കാണുമ്പോൾ തന്നെ എൻ്റെ മുത്തുനബി തങ്ങൾ ആദ്യം പറയുന്ന എന്താ? അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അള്ളാഹുവിനെല്ലാ വണക്കങ്ങളും പറയുമ്പോൾ അള്ളാഹു തിരിച്ചു പറയുന്ന എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയായവരെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് അള്ളാഹു പറയാൻ. അപ്പോൾ എല്ലാം മറക്കുന്ന സന്ദർഭം ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. സ്വർഗം പോലും മറന്നുപോകുന്ന സന്ദർഭമാണ് അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയം. ആ സമയത്ത് മുത്തുനബി തങ്ങൾ സ്വന്തം കാര്യമല്ല പറഞ്ഞത്, ഉടനെ മറുപടി കൊടുക്കണം മുത്തുനബി തങ്ങൾ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എൻ്റെ ഉമ്മത്തിലെ നല്ല അടിമകളുണ്ടല്ലോ പഠിച്ചോനെ, അവർക്കും വേണം, എനിക്ക് മാത്രം പോരാ നിൻ്റെ രക്ഷ. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം മറന്നു നിൽക്കുന്ന സന്ദർഭത്തിലും നമുക്ക് വേണ്ടി സംസാരിച്ച ഒരു നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഉമ്മ, നമ്മുടെ പൊന്നുമ്മായേ, നമ്മളെ കണ്ട മൈൻഡ് ചെയ്യൂല കേട്ടോ. വാപ്പാക്ക് വേണ്ട നമ്മളെ. മക്കൾ ഒരൊറ്റെണ്ണം ഉമ്മാനെയും വാപ്പാനും തിരിഞ്ഞു നോക്കൂല. എത്രയൊക്കെ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയ മക്കളാണെങ്കിലും തിരിഞ്ഞു നോക്കൂല നാളെ ആഖിറത്തിൽ. സ്വന്തം കാര്യം ആരും ഉണ്ടാവില്ല. സഹോദരന് സഹോദരിയെ വേണ്ട, ആർക്കും ആരെയും വേണ്ട. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെ വേണ്ട. നല്ല ഗ്ലാമറുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ചാണ്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒരു ഗ്ലാമറും വേണ്ടടി, പോ, എനിക്ക് വേണ്ട. അന്ന് സ്വന്തം കാര്യം മാത്രമാണ് എല്ലാവർക്കും. ആ സമയത്ത് നമുക്ക് വേണ്ടി ഓടി വരുന്നത് ഒരൊറ്റ മനുഷ്യനാണ്, ഏറ്റവും വലിയ മഹാമനീഷിയായ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി തങ്ങളെ സ്നേഹിക്കാതെ മാറി നിൽക്കുന്ന ഈ മനുഷ്യനേക്ക് എന്തിനു കൊള്ളാം ഇവനൊക്കെ? അള്ളാഹു എല്ലാവരും നന്നാക്കി തരട്ടെ. ആ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്കല്പം മദ്ഹ് ചൊല്ലിയിട്ട് നമ്മുടെ സന്താനങ്ങൾ സ്വാലിഹാകാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും നമുക്കൊന്ന് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഈ ബൈത്ത് ചൊല്ലി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير
النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على نبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ ചൊല്ലിയത് നമ്മൾ മങ്കൂസ് മൗലിദിലെ ആദ്യത്തെ ബൈത്താണ് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പതിവാക്കിയിട്ടുള്ള മനോഹരമായ ബൈത്താണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകുമെന്നാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് പോലും അള്ളാഹു രക്ഷിക്കും എന്നുള്ളതാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പ്രകീർത്തിച്ച സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലെ അഖില നിഖില പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ആ മനോഹരമായ ആയത്തുകൾ 7 തവണ നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم يا ربنا يا ربنا നീ സ്വീകരിക്കണേ തമ്പുരാനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇനി നമുക്ക് മനോഹരമായ ഒരു ബൈത്ത് കൂടെ ചൊല്ലണം അതിനു മുൻപ് നമ്മുടെ റജാ വ്ളോഗ്സ് ടീമിൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഹദിയ ചെയ്യുക അല്ലാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ അർഹരിലേക്ക് എത്തുമാറ് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നമുക്കൊക്കെ നൽകുമാറാകട്ടെ ആരുടെയെങ്കിലുമൊക്കെ ഒരു കണ്ണീര് അൽഹംദുലില്ലാ അവർ ഒരു ഹംദ് പറഞ്ഞാൽ തന്നെ മതിയല്ലോ നമ്മുടെ ജീവിതം ഫത്തഹാകാൻ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അല്ലാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ബൈത്ത് ചൊല്ലാം بشهر ربيع قد بدا نوره الأعلى فيا حبذا بدر بذاك الحيما يجلى الله 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 عليه توكلوا أنارت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا الله 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 عليه توكلوا وألبس ثوب النور عزا ورفعة فما مثله في خلعة الحسن يستجلى الله 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 الله
عليه توكلوا ولما رآه البدر حار لحزنه وشاهد منه بهجة تسلب العقلا الله 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 عليه توكلوا وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى الله 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 عليه توكلوا آيا مولد المختار جدت شوقنا إلى خير مبعوث جليل حوى الفضل صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وسعدا مقيما بافتخار بمولدي له خبر عن حسنه أبدا يتلى صلاة وتسليم على المصطفى المختار خير البرية سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به شملا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية عليه صلاة الله محبة الصبا وما صار حاد بنياطي إلى المعلى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية صلوا على الحبيب اللهم صل وسلم وبارك عليه. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഖസീദത്തുൽ ബുർദ, ബുർദയെക്കുറിച്ചൊക്കെ പലയാവർത്തി നമ്മൾ പറഞ്ഞതാണല്ലേ. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മാരക രോഗത്തിന് അടിമയായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് എഴുതാൻ നേർച്ചയാക്കാൻ അങ്ങനെ മദ്ഹ് എഴുതാൻ തുടങ്ങിയില്ലേ. ആ മദ്ഹ് എഴുതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു. മുത്തുനബി തങ്ങൾ ഒരു വരി പോലും ബുർദയിൽ പറഞ്ഞു കൊടുത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വരി അതിലുണ്ട്. വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ചരിത്രം പിന്നീട് പറയാം. അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വരി അടക്കമുണ്ട് ബുർദയിൽ. മുത്തുനബി തങ്ങൾ ഒരു പുതപ്പ് സമ്മാനമായി കൊടുത്തു, അവിടുത്തെ കൈകൊണ്ട് ശരീരം തടവിക്കൊടുത്തു എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാം. അസുഖം മാറി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരമൊരു സമ്മാനം കൊടുത്തത് കൊണ്ട് തന്നെ, അവിടുന്ന് അസുഖം മാറാൻ നിമിത്തമായതുകൊണ്ട് തന്നെ ബുർഉദ്ദാ രോഗങ്ങൾക്ക് മുഴുവൻ ശിഫയാണ്. ബുർദയുടെ മറ്റൊരു പേരാണത് ബുർഉദ്ദാ, രോഗങ്ങൾക്ക് മുഴുവൻ ശിഫയാണ് ബുർദ. ആ ബുർദയുടെ അവസാനത്തെ ഭാഗം യാ അക്രമ ബൈത്ത് അതുകൂടെ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് കൈ ഉയർത്താം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീക്കി റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസ് العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق
رسول الله جاهك بي إذا الكريم لا باسمي منتقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كاللغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذبت الباني ريح صبا وأطرب العيسى حد العيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك
خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبي. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഈ പുണ്യ റബീഉൽ അവ്വലിന്റെ രാവുകളിലും പകലുകളിലും ഞങ്ങൾ ചൊല്ലുന്ന മദ്ഹുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് എത്ര ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാഹ്. സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്. വിഷമതകൾ നീക്കണേ അല്ലാഹ്. മാറാരോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ ശിഫാ നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. ഛിദ്രതകളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാഹ്. ശോഭനമായ ഭാവി നൽകണേ അല്ലാഹ്. അതവുള്ള മക്കളാക്കണേ അല്ലാഹ്. ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഉപ്പാടെ കോളറിന് പിടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കണേ അല്ലാഹ്. അതവുള്ളവരാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാ റബ്ബനാ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ മൗലിദ് ചൊല്ലുന്ന മക്കളാക്കണേ അല്ലാഹ്. ഹബീബിനോട് മഹബ്ബത്തുള്ള മക്കളാക്കണേ അല്ലാഹ്. ഹബീബിന്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. പുത്തൻ വാദങ്ങളിൽ നിന്ന് ഞങ്ങളുടെയും ഞങ്ങളുടെ സന്താനങ്ങളെയും കാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത, ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതാത്ത സന്താനങ്ങളാക്കല്ലേ അല്ലാഹ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ ഖബറിന്റെ ചുവട്ടിൽ വന്ന് അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന പൊന്നുമക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും യാസീൻ ഓതി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങൾക്ക് കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. ചൊല്ലിയ മൗലിദുകളുടെ ബറക്കത്ത് കൊണ്ട്
ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് കാവലേകണയല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലയല്ല. അപകടങ്ങളിൽ പെടുത്തല്ലയല്ല. പഠനങ്ങളിൽ ബുദ്ധിശക്തി നൽകണയല്ല, പുരോഗതി നൽകണയല്ല, ഓർമ്മശക്തി നൽകണയല്ല. പാഠ്യേതര വിഷയങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ. ദുനിയാവും ആഖിറവും നൽകണയല്ല. ദുന്യവിയും ഉഖ്റവിയുമായ മേഖലയിൽ ഉയരാൻ തൗഫീക്ക് നൽകണയല്ല. പടച്ചവനെ, വിദേശത്തേക്ക് പോയ മക്കളുള്ളവരുണ്ട്, ഖൈറായ ജോലി നൽകണയല്ല. മാതാപിതാക്കളെ നോക്കാത്ത മക്കളുണ്ട്, നന്നാക്കണയല്ല. ഖൽബ് മാതാപിതാക്കളിലേക്ക് തിരിക്കണയല്ല. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങൾക്ക് നീ സമ്മാനമായി തന്നതുപോലെ നിന്നിലേക്ക് ന്യൂനതകളില്ലാതെ തിരിച്ചേൽപ്പിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, എത്രയോ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയവരാ. യാ റബ്ബനാ, അവരുടെ കണ്ണീരൊപ്പാൻ നീയല്ലാതെ ആരാണ് അല്ലാ. ഈ മൗലിദ് ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ല. വേദനിപ്പിക്കല്ലേ അല്ല, പ്രയാസങ്ങൾ നീക്കണേ അല്ല. നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കരുത്തില്ല അല്ലാ. മക്കളില്ലാതെ എത്രയോ കുത്തുവാക്കുകൾ കേട്ട സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്. യാ റബ്ബനാ, എത്രയോ കളിയാക്കലുകൾ പരിഹാസങ്ങൾ കേട്ടവരാണ് അല്ലാ. അവരുടെ ക്ഷമയുടെ ഫലമെന്നോണം സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല. പലവിധ തടസ്സങ്ങൾ ജീവിതത്തിലുള്ളവരുണ്ട്, നീക്കണയല്ല. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. കടക്കാരനായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, നീ ഞങ്ങളെ ചേർത്തു പിടിക്കണയല്ല. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നീ നൽകണയല്ല. ഖൈറായ ഭവനം നീ നൽകണയല്ല, നീ നൽകണയല്ല. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നിറയ്ക്കണേ അല്ല. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ല. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ല. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എൻ്റെ ഹബീബിനെ കണ്ട് മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പല ആളുകളും ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ല. നീ ഖബൂൽ ചെയ്യണേ അല്ല. ഈ സദസ്സിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. യാ റബ്ബനാ, അവരുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേ അല്ല. സന്തോഷവും സമാധാനവും നൽകണേ അല്ല. ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ല. നീ സുരക്ഷിതത്വം നൽകണേ അല്ല. അപകടങ്ങളിൽ നിന്ന് കാവലേകണേ അല്ല. ഇണകളെ നന്നാക്കണേ അല്ല. മദ്യപാനികളുണ്ട്, നേർവഴിയിലാക്കണയല്ല. എന്ത് മുറാദാണോ ഞങ്ങളുടെ മനസ്സിലുള്ളത് നീ അറിയുന്നവനാണല്ലോ അല്ല. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആ മുറാദുകളെല്ലാം ഹാസിലാക്കണയല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. രാവിലെ കൃത്യം 6 മണിക്ക് നമ്മുടെ സ്വബാഹുൽ ഖൈർ ഉണ്ട്, നഷ്ടപ്പെടുത്തരുത്. എല്ലാ ദിവസവും അത് പതിവായി അതിൽ പങ്കെടുക്കുക. അള്ളാഹു അതിൻ്റെ അഹ്ലുകാരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.